ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ലഭിച്ച അവസരം വലിയ ഭാഗ്യമായിട്ട് കരുതുകയും നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള സ്നേഹം, നന്ദി ഈ ദൈവവചനം കേൾക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ഈ നാളുകളിൽ ധാരാളം ആളുകൾക്ക് ഇത് അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു. അത് വിളിച്ചറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ സന്തോഷിക്കുന്ന, താല്പര്യമുള്ള ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ദൈവവചനം തുടർച്ചയായിട്ട് പഠിക്കുവാനായി താല്പര്യമെടുക്കുന്ന എല്ലാവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോട് ഞങ്ങൾക്കുള്ള സ്നേഹം, നന്ദി അറിയിക്കുകയും ചെയ്യട്ടെ. അതുപോലെ നിങ്ങൾ ഈ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ഷാലോം ടൈം എന്നുള്ള പ്രോഗ്രാം നാളുകളായിട്ട് വീക്ഷിക്കുന്ന ധാരാളം ആളുകൾ, അവർക്ക് ഈ നാളുകളിൽ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഈ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈ ഷാലോം ടൈമിലൂടെ 2 പ്രോഗ്രാമാണ് മെയിനായിട്ട് നടക്കുന്നത്. ആ പ്രോഗ്രാമുകളിൽ ഷീജയും അതുപോലെ തന്നെ ഞാനും ദൈവവചനത്തിൽ ശുശ്രൂഷിക്കുന്നു. കർത്താവിൻ്റെ ദാസിയുടെ ശുശ്രൂഷകളും അതുപോലെ തന്നെ എൻ്റെ ഈ ശുശ്രൂഷകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഞങ്ങളെ വളരെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷകൾ മുമ്പോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും സഹകരണങ്ങളും വളരെ ചോദിക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ധ്യാനിച്ചു വന്ന വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവവചനത്തിൽ നമ്മൾ സങ്കേത നഗരങ്ങൾ എന്നുള്ള വിഷയമാണ് നമ്മൾ ധ്യാനിച്ചു വന്നത്. സങ്കേത നഗരത്തിൽ കയറുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. സങ്കേത നഗരത്തിലേക്ക് ഓടിക്കയറിയാൽ അവൻ്റെ ഭയം ആദ്യമായിട്ട് മാറിപ്പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. അവൻ മരണഭീതിയിലായിരുന്നു, എന്നാൽ അവൻ്റെ മരണഭീതി മാറിപ്പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മാത്രമല്ല, രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായി, സങ്കേത നഗരത്തിലേക്ക് ഓടിക്കയറി കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങളൊന്നും തന്നെ മറച്ചു വയ്ക്കാതെ അവിടെയുള്ള പട്ടണ മൂപ്പനോട് അഥവാ ആ പുരോഹിതനോട് ആ കാര്യമെല്ലാം തുറന്ന് പറയണം എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. യേശുക്രിസ്തുവാകുന്ന ആ സങ്കേത നഗരത്തിലേക്ക് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയുവാനുള്ള, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാനുള്ള ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. മറ്റ് ലോകത്തിലുള്ള ഒരു മനുഷ്യരോട് നമ്മൾ പാപം ഏറ്റുപറയുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ വ്യവസ്ഥയില്ല. ദൈവത്തോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. ദൈവത്തിൻ്റെ വചനത്തിൽ ശ്രദ്ധേയമായൊരു വാക്കുണ്ട്. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ഹല്ലേലൂയ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥന് ഒരുവൻ, അവൻ യേശുക്രിസ്തു തന്നെ. മനുഷ്യനായി തീർന്ന യേശുക്രിസ്തു എന്നുള്ളൊരു പ്രയോഗം കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് മധ്യസ്ഥത യേശുക്രിസ്തു മുഖാന്തരമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ലോകത്തിലുള്ള ആരോടും പാപങ്ങൾ ഏറ്റുപറയുവാനായിട്ടല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന. ദൈവവചനത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചിന്തിച്ചത്, സങ്കേത നഗരത്തിൽ കയറിയ ഒരാൾ സെക്യൂർഡ് ആണ്, അഥവാ അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആ സങ്കേത നഗരത്തിൽ കയറുന്ന വ്യക്തിയെ പിന്നെ സംഹാരകനായ അല്ലെങ്കിൽ രക്തപ്രതികാരകനായ സാത്താന് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. യേശുക്രിസ്തുവിൽ ആണ് എങ്കിൽ നമ്മുടെ ഒരു രോമത്തെ പോലും തൊടുവാൻ ശത്രുവിന് അവകാശമില്ല എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മളെ കാവൽ ചെയ്യുവാനായി ദൈവം ഗാഡ് ഏഞ്ചൽസിനെ ദൈവം ആക്കിയിട്ടുണ്ട്. ദൈവം ഓരോ ദൈവത്തിലും ഏറ്റവും കുറഞ്ഞ പക്ഷം എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവർക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ അല്ലയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സേവകാത്മാക്കളെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അയക്കും എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അടുത്തതായിട്ട് നമ്മൾ സങ്കേത നഗരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഇനിയും ആ സങ്കേത നഗരത്തിൽ അവന് ഓടേണ്ട ആവശ്യമില്ല. ആ സങ്കേത നഗരത്തിലേക്ക് അവൻ കയറി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഓട്ടം അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് പഴയ കാലഘട്ടങ്ങളിൽ ധാരാളം അവന് ഓടിയവനായിരിക്കുക, എന്നാൽ ഇപ്പോൾ അവൻ ആ സങ്കേത നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനിനി ഓടേണ്ട കാര്യമില്ല. അഥവാ അവൻ്റെ രക്തപ്രതികാരനെ ഭയന്ന് ഒളിച്ച് എവിടെയെങ്കിലും ഓടി 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 അങ്ങനെ നടക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, മത്തായി 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം സുപരിചിതമായ ഒരു വാക്യമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ,
നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, എന്നാൽ നിങ്ങളുടെ അടുത്ത വാക്യത്തിൽ 29-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാണ്, എൻ്റെ നുകം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ലോകത്തുള്ള ആർക്കും അങ്ങനെ തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയാത്ത ഒരു കാര്യം യേശുക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. അടുത്തായിട്ട് പറയുന്നു, അങ്ങനെ വന്നാൽ ഹല്ലേലൂയ, എൻ്റെ നുകം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, അങ്ങനെ ഒരു നുകം ഹല്ലേലൂയ അവൻ ലോകത്തിലുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു നൽകുന്ന നുകമാണ്. അഥവാ മൃദുവായ നുകം. യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് വന്നിട്ടുള്ള എല്ലാവരുടെയും ആത്മാവിനെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യം. ആശ്വസിക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ലോകത്തിലെ ഏത് നേതാവിന് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ? യഥാർത്ഥത്തിലുള്ള ആശ്വാസം അകത്തു തരാൻ, ആത്മാവിൽ തരുവാൻ, മാനസിക മണ്ഡലങ്ങളിൽ സ്വസ്ഥത തരുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി യേശു മാത്രമാണ്. യേശുവിന്റെ അരികിലേക്ക് വന്നിട്ടുള്ളവർക്കറിയാം അവൻ നൽകുന്ന സമാധാനം. ദൈവത്തിന്റെ ദാസനായ ദാവീദ് 4-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പറഞ്ഞു, ധാന്യം വീഞ്ഞും അവർക്കുണ്ടായതിലും ആദിയ സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. 8-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. യഹോവേ, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അകത്ത സന്തോഷവും സമാധാനവും സ്വസ്ഥതയും തരുവാൻ കഴിവുള്ള മാർഗം യേശുവിൻ്റെ മാർഗമാണ്. അതുകൊണ്ടാണ് യേശു നമ്മെ ഓരോ മാധ്യമങ്ങളിൽ കൂടെ, വിവിധ മുഖാന്തരങ്ങളിൽ കൂടെ ദൈവം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ആ വിളി, ദൈവത്തിന്റെ വചനം 8-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ ദൈവം ഹല്ലേലൂയ ആമേൻ ഭൂമിയെ വിളിക്കുന്നു. 19-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഹല്ലേലൂയ, സൂര്യനെ ആമേൻ ചന്ദ്രനെ നിർമ്മിച്ചവനായ ദൈവം ഭൂമിയെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, വിവിധ മാധ്യമങ്ങളിൽ കൂടെ ഈ ആശ്വാസം തരുവാൻ ദൈവം വിളിക്കുന്നു. അഥവാ ഈ പട്ടണത്തിലേക്ക് കയറിയ ഒരുവന് അടുത്തായിട്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അവന്റെ ഓട്ടം അവസാനിച്ച് അവന് സ്വസ്ഥത വരുന്നു എന്നുള്ളതാണ്. ദൈവവചനപ്രകാരം ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം 7-ാം ദിവസം സ്വസ്ഥനായി എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. സ്വസ്ഥനായെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആ സ്വസ്ഥത നമ്മളും അനുഭവിക്കണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. നമുക്ക് ദൈവവചനം പരിശോധിക്കുമ്പോൾ അറിയാം, ദൈവം 6-ാം ദിവസത്തിന്റെ വൈകിയ വേളയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്താണ് കാരണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവത്തിന് ആദ്യത്തെ ദിവസം തന്നെ സൃഷ്ടിക്കാമായിരുന്നു. ഈ ഭൂമിയിലുള്ള സകല പ്രപഞ്ചത്തിലുള്ള സകല ജീവികളെയും സൃഷ്ടിച്ചതിന് ശേഷം ഏറ്റവും അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ഏറ്റവും അവസാനത്തെ സൃഷ്ടിയായിട്ട് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നത് ഹവ്വായുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ സൃഷ്ടിയാണ്. പിന്നൊരു സൃഷ്ടിപ്പം ദൈവവചനത്തിൽ ഇല്ല. ദൈവം എന്തുകൊണ്ട് ആദ്യത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചില്ല? ദൈവം മനുഷ്യനെ ആദ്യത്തെ ദിവസം സൃഷ്ടിച്ചിരുന്നെങ്കിൽ മനുഷ്യൻ വീമ്പിളക്കിയേനെ, ഞാനും ദൈവം കൂടെയാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചതെന്ന് അവൻ പറഞ്ഞേനെ. എന്നാൽ അതിനിടം കൊടുക്കാതെ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവനായ ദൈവം ഈ ലോകത്തിലുള്ള ജീവജാലങ്ങൾ, വെറും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായോ പൂച്ചയോ ഒക്കെ സൃഷ്ടിച്ചതിന് ശേഷം പിന്നീടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. നമ്മളെക്കാൾ സീനിയോറിറ്റി മൃഗങ്ങൾക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ലോകത്തിൽ ഏറ്റവും അവസാനമായി വന്നിരിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള മനുഷ്യനെ 6-ാമത്തെ ദിവസത്തിന്റെ സന്ധ്യാവേളയോട് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ സമയത്തായിരിക്കണം സൃഷ്ടിച്ചത്. സൃഷ്ടിവർണ്ണം പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. എന്നാൽ നമുക്കിവിടെ ശ്രദ്ധേയമായ കാര്യം, 7-ാം ദിവസം ദൈവ സ്വസ്ഥനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ 1-ാമത്തെ ദിവസം, മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ദൈവമാക്കിയതിന്റെ 1-ാമത്തെ ദിവസം മനുഷ്യന് സ്വസ്ഥത വേണമെന്ന് ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആരുടെ കൂടെയുള്ള സ്വസ്ഥത?
ദൈവത്തോടുകൂടെയുള്ള സ്വസ്ഥത, ദൈവം കൂടെ ഇരിക്കുന്ന സ്വസ്ഥത, ദൈവവുമായിട്ട് ഫെലോഷിപ്പ് അനുഭവിക്കുന്ന ഒരു സ്വസ്ഥത. അവനെ വേല ചെയ്യുവാനും തോട്ടം കാപ്പാനും ഒക്കെയാണ് ദൈവം ഈ ഭൂമിയിലാക്കിയതെങ്കിലും ആദ്യത്തെ ദിവസം സ്വസ്ഥതയുടെ ദിവസമായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വസ്ഥത. പ്രത്യേകിച്ച് ദൈവത്തോടുകൂടെയുള്ള ചേർന്നുള്ള ഒരു സ്വസ്ഥത എത്ര അനുഗ്രഹമാണ് പ്രിയമുള്ളവര്. ഹല്ലേലൂയ. അതുകൊണ്ട് പിശാച് എന്താണ് ചെയ്തത്? ആ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി പിശാച് പാപം ചെയ്യിച്ച് അവരുടെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെട്ടു. അവരുടെ ആകപ്പാടെ ജീവിതം മാറി മറിഞ്ഞു. നമുക്കറിയാം. ഹല്ലേലൂയ. ആദ്യം നടക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ അവസാനമാണ് നടക്കുന്നത്. ആദ്യം എന്താണ് വേണ്ടത്? ആദ്യം മനുഷ്യൻ ദൈവത്തിൽ ഒന്ന് സ്വസ്ഥനാകണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഹല്ലേലൂയ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും തങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം അവസാന സമയം ഉണ്ടെങ്കിൽ ദൈവത്തെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ ദൈവം പറയുന്നു, ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ഒന്നാമത് ചെന്ന് ഹല്ലേലൂയ ചില കാര്യങ്ങൾ ചെയ്യണം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഒന്നാമത് എന്ന് ആരാധനയ്ക്ക് മുമ്പേ സഹോദരന്റെ നിരപ്പാകണം. ഹല്ലേലൂയ. മുമ്പേ ചെന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ രാജ്യം അറിയിക്കണം. ദൈവത്തിന്റെ വചനം പറയും. നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ പുറകെ തന്റെ വേലയ്ക്കായി ചെന്ന ഒരു സഹോദരനോട് ഒരു ചെറുപ്പക്കാരൻ്റെ കർത്താവ് പറഞ്ഞപ്പോൾ നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാനായിട്ട് പറയുമ്പോൾ കർത്താവിനോട് അവൻ പറയുകയാണ്, മുമ്പേ പോയി ഞാൻ എൻ്റെ അപ്പനെ അടക്കാൻ അനുവാദം ചെയ്യണം. അവന്റെ ആദ്യത്തെ കാര്യം അതാണ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവിനോട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. മത്തായി 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. കർത്താവിനോട് പറയുകയാണ്, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക. ദൈവത്തിന് സ്തോത്രം. ആദ്യം ചെയ്യേണ്ടത് നീ ആദ്യം ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യന്റെ ഒരു പൂർണ്ണതയുടെ ദിവസം സ്വസ്ഥത അനുഭവിക്കണ ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സങ്കേത നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദൈവവൈതലിന് അവന്റെ സ്വസ്ഥത ആരംഭിക്കുകയാണ്. അവന്റെ ഓട്ടം അവസാനിച്ച് സ്വസ്ഥത ആരംഭിക്കുകയാണ്. നമ്മളെ വളരെ സന്തോഷിപ്പിക്കേണ്ട മറ്റൊരു കാര്യം, നയിൻ പട്ടണത്തിലെ വിധവ ഹല്ലേലൂയ ജീവിതത്തിന്റെ വളരെയധികം വേദനയുടെയും ഹല്ലേലൂയ ആ കണ്ണുനീരിന്റെ അനുഭവത്തിൽ യേശു അവിടേക്ക് വരികയാണ്. അവൾ അറിഞ്ഞില്ല. അവൾ ആ സങ്കേത നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ, യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് അവൾ വരുന്നതോടുകൂടെ അവളുടെ ഹല്ലേലൂയ സ്വസ്ഥത അനുഭവിക്കുകയാണ്. യേശു ഒരുപക്ഷെ കൈനീട്ടി ആ വിധവയുടെ ഹല്ലേലൂയ മുഖത്ത് കണ്ണുനീർ വാർന്നുകൊണ്ടിരിക്കുന്ന മുഖത്ത് നിന്ന് കണ്ണുനീരൊപ്പിയതിന് ശേഷം യേശു അവളോട് പറഞ്ഞു കാണും, മകളെ കരയണ്ട. മകളെ കരയണ്ട എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ചുറ്റുപാട് നിൽക്കുന്ന ധാരാളം ആളുകൾ തുടർന്നുള്ള നാളുകളിൽ അവളെ കരയിപ്പിക്കുവാനായി ഹല്ലേലൂയ ധാരാളം കാര്യങ്ങളുടെ മുമ്പിലുള്ളപ്പോൾ യേശു നസ്രേത്തുകാരൻ അവളോട് പറയുന്നു, മകളെ കരയണ്ട. ഇന്ന് എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ചെല്ലോട് പറയുന്നു, മകനെ നീ കരയണ്ട. കുഞ്ഞിനെ ഓർത്ത് കരയണ്ട. യൗവനക്കാരനെ ഓർത്ത് കരയണ്ട. അല്ലയോ മാതാവേ നീ കരയണ്ട. ഹല്ലേലൂയ. യേശു അവനെ വിടുവിക്കുവാൻ കഴിയുന്നവനാണ്. യേശു അവനെ ഉയർപ്പിക്കുവാൻ കഴിയുന്നവനാണ്. രക്ഷിക്കപ്പെടാത്ത മകനെ ഓർത്തുകൊണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലയോ മാതാവേ, ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നീ അവനെ ഓർത്ത് കരയണ്ട. ഹല്ലേലൂയ. അവൻ വിടുവിക്കുവാൻ ശക്തനായ യേശുവാണ്. അവൻ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് നീ കരയേണ്ട കാര്യമില്ല. അവൾ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് കരയേണ്ട കാര്യമില്ല. ഭർത്താവ് നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് കരയേണ്ട കാര്യമില്ല. അവൻ കരയേണ്ട എന്ന് പറയുവാൻ, ഉള്ളിൽ സ്വസ്ഥത നൽകുവാൻ ആ സങ്കേത നഗരത്തിലേക്ക് നിങ്ങൾ ഓടി പ്രവേശിക്കുക. നിങ്ങളുടെ ഓട്ടം ഹല്ലേലൂയ അന്ന് മുതൽ അവസാനിക്കും. അഥവാ ഇനി നിങ്ങൾ ഓടേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു വസ്തുത, ഈ സങ്കേത നഗരത്തിലേക്ക് ഓടി പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പട്ടണത്തിലാണ് അവന്റെ സകല നിത്യവൃത്തി നടക്കുന്നത്. അവന്റെ പൂർവ്വ സമ്പത്തായിട്ടോ
അവൻ ഇൻഹെറിറ്റൻസ് ആയിട്ട് എന്തെങ്കിലും ലഭിച്ചതൊന്നും ഈ സങ്കര നഗരത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഈ പട്ടണത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അടുത്തതായിട്ട് അവൻ ഭക്ഷിക്കേണ്ട കാര്യം, താമസിക്കേണ്ട കാര്യം, ഇതെല്ലാം പട്ടണമാണ്, അഥവാ സങ്കര പട്ടണമാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വലിയ സത്യം, നമ്മൾ പലപ്പോഴും ഉപജീവന മാർഗത്തെക്കുറിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ആശങ്കയുള്ളവരായിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല. ഒന്നിനെക്കുറിച്ചും പൗലോസ് ഹല്ലേലൂയ താൻ പറയുന്നു. നമുക്ക് സാധാരണയായിട്ട് ഹല്ലേലൂയ ഈ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വളരെ സുപരിചിതമായ വാക്യമാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത് എന്നുള്ള വാക്ക് വളരെ സുപരിചിതമായ വാക്കാണ്. എന്നാൽ ആ വാക്കിനകത്ത് അപ്പുറമായിട്ട് ഹല്ലേലൂയ ഒരു വാക്കുകൂടെ അതിന്റെ തൊട്ടടുത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗമ്യത എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? നമ്മുടെ സൗമ്യത നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ഹല്ലേലൂയ ആകുലതകൾ കൊണ്ടാണ്, നമ്മളെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുള്ളവരാകുന്നത് കൊണ്ടാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് വളരെ ആശങ്കയുള്ളവരാകുമ്പോഴാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ ലഭിക്കും. ഏതൊക്കെ ലഭിക്കും? അവിടെ തന്നെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കുമെന്ന് നിങ്ങളുടെ ശരീരത്തിനായി നിങ്ങൾ വിചാരപ്പെടേണ്ട. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. സ്തോത്രത്തോടെ ദൈവത്തോട് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുവാൻ ദൈവം പറഞ്ഞിരിക്കുന്നു. ദൈവം ഹല്ലേലൂയ വളരെയധികം പ്രോമിസസ് ദൈവവചനത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. 1 പത്രോസ് 5-ാം അധ്യായത്തിന് 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. 55-ാം സങ്കീർത്തനം 22-ാം വാക്യം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. പലപ്പോഴും നമ്മുടെ ഭാരം നമ്മൾ തന്നെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ദൈവം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുക, അവൻ നിന്നെ പുലർത്താൻ മതിയായ ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം അറിയുന്നവനായ ദൈവം. ഹല്ലേലൂയ. ഞാൻ ഇപ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പണ്ട് കാലഘട്ടങ്ങളിൽ കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ ഒരു മാതാവ് തലയിൽ വലിയ ചുമടുമായിട്ട് ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. ആ മാതാവ് അല്പം മുമ്പോട്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തനിക്ക് വളരെ ക്ഷീണമുണ്ട്, തനിക്ക് വളരെയധികം ഭാരമെടുത്തുള്ള വലിയ വിയർപ്പുണ്ട്. ഇതെല്ലാമായിട്ട് മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ഒരു വണ്ടിക്കാരൻ ഒരു കാളവണ്ടി നിർത്തി ആ മാതാവിനോട് പറയുകയാണ്, നിങ്ങൾ ചുമടുമായിട്ട് നടക്കണ്ട, ഈ വണ്ടിക്കകത്തേക്ക് കയറാൻ പറയുകയാണ്. വണ്ടിക്കകത്തേക്ക് കയറി ആ ചുമടവിടെ ഇറക്കി വെച്ചു. എന്നാൽ കുറെ കഴിഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കാളവണ്ടിക്കാരൻ അദ്ദേഹം പുറകോട്ടൊന്ന് നോക്കിയപ്പോൾ തന്നെ അതിശയപ്പെടുത്തിയ ഒരു കാര്യം, കുറേ ഫർലോങ്ങുകൾ കുറെ സമയം കഴിഞ്ഞപ്പോൾ താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ മാതാപിത വീണ്ടും തന്റെ ആ ഭാരമെടുത്ത് ഈ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ആശ്ചര്യത്തോടെ ആ മനുഷ്യൻ അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? അവർ പറയുകയാണ്, കുഞ്ഞ്, എന്റെ ഭാരം ഈ കാള വലിക്കുന്നു, ഈ വണ്ടി വലിക്കുന്നു, ഇനി ഈ ചുമടും കൂടെ ഞാൻ അവര് വലിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് എന്റെ തലയിൽ വെച്ചുകൊണ്ടിരുന്നതാണ് എന്ന് പറയുകയുണ്ടായി. മിക്ക വിശ്വാസികൾ ഇതുപോലൊക്കെ തന്നെയാ. നമ്മളെ കർത്താവ് ദയ തോന്നി നമ്മുടെ ഭാരം കണ്ടിട്ട്, വേദന കണ്ടിട്ട്, ജീവിതഭാരം കണ്ടിട്ട് കർത്താവ് പറയുകയാണ്, നീ എൻ്റെ കയ്യിലോട്ട് ഇങ്ങ് തന്നേരെ എന്ന് പറഞ്ഞും കൊണ്ട് നമ്മളെ മുഴുവനായിട്ട് കർത്താവിന്റെ വണ്ടി കയറ്റിയതാണ്.
ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, നിന്റെ കുഞ്ഞിന്റെ ഭാരം ചുമക്കുവാൻ, നിന്റെ ഭാരം ചുമക്കുവാൻ, ആമേൻ, നിന്റെ തലമുറയുടെ ഭാരം ചുമക്കുവാൻ, നിന്റെ വീടിന്റെ ഭാരം ചുമക്കുവാൻ, നിന്റെ സഭയുടെ ഭാരം ചുമക്കുവാൻ, നിന്റെ യൗവനക്കാരനായ മകന്റെ ഭാരം ചുമക്കുവാൻ, നിന്റെ പെൺപൈതലിന്റെ ഭാരം ചുമക്കുവാൻ, കെട്ടിക്കേറായി നിൽക്കുന്ന ആ പൈതലിന്റെ ഭാരം ചുമക്കുവാൻ, എല്ലാത്തിനും ഞാൻ മതിയായ ദൈവമാണ്, നീ എന്റെ കയ്യിലോട്ടൊന്ന് വിട്ടുതരിക. നമ്മളങ്ങനെ വിട്ടുകൊടുത്താൽ നിശ്ചയമായിട്ടും അവിടുന്ന് ചുമക്കുവാൻ മതിയായ ദൈവമാണ്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ അത് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സങ്കട നഗരത്തിലേക്ക് ഓടിക്കയറിയ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, അവന് ഹല്ലേലൂയ ആ സങ്കേത നഗരത്തിൽ അവന്റെ സകല ചിലവുകളും വഹിക്കും. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്, സങ്കട നഗരത്തിൽ ഹല്ലേലൂയ അവന്റെ ചിലവുകൾ നടക്കുന്നത് പോലെ അത്രയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു പട്ടണമാണ് അത് എങ്കിൽ നമുക്ക് എത്ര വലിയ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ വകയുണ്ട്. നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ഇതാ അർത്ഥപ്രാണനായി മുറിവേറ്റവനായി ഒരുവൻ. ലൂക്കോസ് 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന നല്ല ശമരിയക്കാരന്റെ ആ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അദ്ദേഹം എന്താണ് ചെയ്തത്? ആ വഴിയമ്പലത്തിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം ആ വഴിയമ്പലത്തിലേക്ക് അവനൊരു 2 വെള്ളിക്കാശ് എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അധികം വല്ലതും ചിലവായാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തരാം എന്ന് പറഞ്ഞു. അധികം വല്ലതും ചിലവായാൽ കൊടുക്കാൻ മനസ്സുള്ള ഒരുവനാണ് അതിനകത്തേക്ക് കൊണ്ടുവന്നാക്കിയത്. അങ്ങനെയാണെങ്കിൽ എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവിന് ജീവൻ വരെ തരുവാൻ മനസ്സുണ്ടെങ്കിൽ, അവനെ തന്നെ തരുവാൻ മനസ്സുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. ആ ദൈവത്തിൽ വിശ്വസിക്കാം. സങ്കേത പട്ടണത്തിൽ ഓടിക്കയറിയവരുടെ സകല വിഷയങ്ങളും ആവശ്യങ്ങളും എല്ലാം പട്ടണം തന്നെ നിർവഹിക്കുമെങ്കിൽ യേശുക്രിസ്തുവിലാകുന്ന ദൈവം ഇതിന്റെ മേൽ ഹല്ലേലൂയ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് തുടർന്ന് പ്രാർത്ഥന നേരത്തിലേക്ക് പോകാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ സന്ദേശവും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു. ദൈവവചനം അതാണ് നമ്മെ നിലനിർത്തുന്നത്. ദൈവത്തിന്റെ വചനം നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനം വായിക്കുക മാത്രമല്ല, അത് ചില മൃഗങ്ങൾ അയവെട്ടുന്നത് പോലെ മെഡിറ്റേറ്റ് ചെയ്യുവാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് നൽകി തരാനായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രമല്ല, അത് ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചു വെക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ യേശുക്രിസ്തു പിശാചിനെ തോൽപ്പിച്ചത്, അവനെ ജയിച്ചത് ദൈവവചനം കൊണ്ടായിരിക്കുന്നത് പോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവവചനം കൊണ്ട് ജയിക്കാനുള്ളൊരു കൃപ, അതൊരായുധമായി ഉപയോഗിക്കാനുള്ള ഒരു കൃപ, അത് നമ്മുടെ ആത്മാവിന്റെ വാളായി മാറാനുള്ള ഒരു കൃപ ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് നൽകി തരണം. ദൈവദാസന്മാർ, ദൈവവചനം ശുശ്രൂഷിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് ദൈവവചനം പറയുമ്പോൾ ഹല്ലേലൂയ, അവർക്ക് വചനം വെളിപ്പെട്ട് കിട്ടുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി ഒരുങ്ങുകയാ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകമെമ്പാടും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. വചനം പഠിക്കുവാനുള്ള താല്പര്യം കൊണ്ട് നീ അവരുടെ ഹൃദയത്തെ നിറച്ചാട്ട്. കർത്താവേ, ഞങ്ങളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ വലിയ വചനത്തോടുള്ള ആർത്തി നൽകണമേ. വചനം വായിക്കുവാനും വചനം പഠിക്കുവാനുള്ള താല്പര്യം നിന്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവ് തന്നെ അവരുടെ ഉള്ളിലേക്ക് ചില വ്യാഖ്യാനങ്ങൾ നൽകണമേ. വചനത്തെ പൊരുൾത്തിരിക്കാനുള്ള അഭിഷേകം ആമേൻ ഇന്ന്
നൽകുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിനായി, അവർ വായി തുറക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടെ വചനം നൽകപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ചിലർ കർത്താവെ വചനം ഓർത്തിരിക്കാൻ കഴിയാത്തവരുണ്ട്. ആമേൻ. ഒരു വചനം പോലും കാണാതെ പറയുവാൻ കഴിവില്ലാത്തവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിയെ ഇപ്പോൾ തുറന്നാട്ട് കർത്താവെ. ചില കുഞ്ഞുങ്ങൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ, അവർക്ക് വചനം ആമേൻ ഓർമ്മയിൽ നിൽക്കുന്നില്ല. എത്ര പഠിച്ചാലും വചനം ഓർമ്മയിൽ നിൽക്കാത്തവർക്കായിട്ട് പ്രാർത്ഥിക്കും. ധാരാളം വാക്യങ്ങൾ കാണാതെ പഠിക്കുവാൻ, പറയുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ നീ സഹായിക്കും എന്നുള്ളതിനായി സ്തോത്രം. വചനത്താൽ സൗഖ്യം വരുമാറാകട്ടെ. വചനത്താൽ എല്ലാ ബന്ധനങ്ങളും അറുത്തു മാറ്റപ്പെടുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം വെളിവർ ചോദിക്കുന്നു. കൃതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ.